എന്ന് കാണാൻ കൊതിച്ച ഇഖ്വാനിൽ സഹോദരങ്ങളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാണോ ഞാൻ ഓതി നോക്കുന്നത്, അല്ല മറ്റു പത്രങ്ങളാണോ? ഖുർആൻ ഓതാൻ സമയമല്ല, പത്രം വായിക്കാൻ സമയമുണ്ട്. ചാനലുകാരന്റെ ചർച്ചകളും ചവച്ചുതുപ്പുന്ന ഛർദിച്ചുതുപ്പുന്ന തോന്നിവാസ ചർച്ചകളും രാഷ്ട്രീയക്കാരന്റെ അഹങ്കാരം പറയുന്ന വാക്കുകളും അതിനുമേൽ ചർച്ചകളും വ്യാഖ്യാനങ്ങൾക്കുമേൽ വ്യാഖ്യാനങ്ങളും കേട്ട് 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 സമയം കൊല്ലുന്ന എന്റെ സഹോദരന്മാരെ, സീരിയലുകൾ ഒന്ന് തുറക്കുമ്പോൾ അടുത്ത ചാനൽ ആരംഭിച്ചു, അവസാനിക്കുമ്പോൾ അടുത്തവൻ തുടങ്ങിവെച്ചു, അത് പൂട്ടുമ്പോൾ അടുത്ത ചാനലുകാരൻ ആരംഭിക്കുകയായി. ഇങ്ങനെ ഒന്നൊന്ന് മാറി മറ്റൊന്ന് മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഇതിനേക്കാളൊക്കെ വിലമതിക്കാത്തതോ? അള്ളാഹുവിന്റെ ഖുർആനിന് നിങ്ങൾ കൊടുത്ത വില എത്രയാ? ഒരു സീരിയലിന്റെ വില നിങ്ങൾ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? മഗ്രിബ് നിസ്കാരമാകുമ്പോ കുത്തിമറിയാണ്, മഗ്രിബിന്റെ 3 റക്അത്ത് കുത്തിമറിയുകയാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. നഖറ 4 ലാ യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ ഖലീലാ. എന്തിനാണ് കുത്തിമറിയുന്നതെന്നറിയുമോ? സീരിയൽ തുടങ്ങാനാകുമ്പോഴേക്കും ടിവിയുടെ മുമ്പിലേക്ക് എത്തണം. ഉമ്മയും മകളും വല്യമ്മയും ഒരുമിച്ച് സമുദായത്തിന്റെ ഉള്ളിൽ ഛിദ്രതയുണ്ടാക്കുന്ന, കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന, ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെ സംശയിപ്പിക്കാനും ഭർത്താവിന് ഭാര്യയെ സംശയിപ്പിക്കാനും, പരസ്ത്രീ ബന്ധങ്ങളും പരപുരുഷ ബന്ധങ്ങളും ജാതിയും മതവുമില്ലാതെ വിശ്വാസവും ആദർശവുമില്ലാതെ എന്തും കഥയും തിരക്കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് ചവറുകളായി വലിച്ചെറിയുമ്പോ, നിങ്ങൾ ഏത് LCD നിങ്ങൾ TV വാങ്ങിച്ചാലും എത്ര സ്ക്രീൻ വലുപ്പമുള്ളത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടോ ഏത് കമ്പനിക്കാരന്റെ CD കമ്പനിക്കാരന്റെ TV നിങ്ങളുടെ റൂമിൽ ഫിറ്റ് ചെയ്താലും അതിന്റെ ഉള്ളിലൂടെ വരാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ കഥകളല്ലയോ? ഇതല്ലേ കാണാൻ പോകുന്നത്? നിങ്ങളുടെ ഡിവൈസിന്റെ സാധനത്തിന്റെ ക്വാളിറ്റിക്ക് എന്ത് കാര്യം? കാണാൻ പോകുന്നത് ഈ മോശപ്പെട്ടതുകൾ. എന്നിട്ട് മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് ഒന്ന് ഖുർആൻ ഓതാൻ എന്റെ പെങ്ങന്മാർക്ക് സമയം കിട്ടാറുണ്ടോ? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണമേ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണമേ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണമേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണേ. എന്തിന്? മഗ്രിബായി കഴിഞ്ഞാൽ പിശാചുക്കളുടെ കൂട്ടവേട്ടകൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടവേട്ടകൾ നമ്മൾ വിചാരിച്ചോ മരുഭൂമിയിലൂടെയോ കാടിന്റെ ഉള്ളിലൂടെയോ നടക്കുന്ന ഏതെങ്കിലും യാത്രക്കാരനെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ഭൂതമാണോ ഇതെന്ന്? അള്ളാഹുവിന്റെ ഹബീബ് കാവൽ ചോദിക്കാൻ പറഞ്ഞ സൂറത്തുകളാണ് മുഅവ്വിദതൈൻ. റബ്ബേ കാക്കേണമേ, അള്ളാഹുവെ കാവൽ തരേണമേ, പിശാചിൽ നിന്ന് കാവൽ തരേണമേ എന്ന് പറയുന്ന ആ 2 സൂറത്തുകളും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും മഗ്രിബായി കഴിയുമ്പോ ഇരുൾ മുറ്റുമ്പോഴേക്കും ധാരാളമായി ഓതേണമേ, മക്കളെ കൊണ്ട് ഓതിപ്പിക്കണമേ. ആ പിശാചുക്കൾ ഇൻതശറത്തിശ് ശയാതീൻ, രാവായി കഴിഞ്ഞാൽ ഇരുള് വീണു കഴിഞ്ഞാൽ പിശാചുക്കൾ പ്രചരിക്കുമെന്ന്, പിശാചുക്കൾ വ്യാപരിക്കുമെന്ന് മുഫസ്സിരീങ്ങളും ഉലമാവും പഠിപ്പിക്കുമ്പോ ആ പിശാച് വരുന്ന വഴി നമ്മുടെ TV ചാനലുകളിലൂടെയാണ്. ആ പിശാചുക്കൾ വരുന്ന വഴി നമ്മുടെ സീരിയലുകളുടെയല്ലേ, നമ്മുടെ സീരിയൽ സംസ്കാരത്തിലൂടെയല്ലേ പിശാചുക്കൾ വരുന്നത്? ഇരുൾമുറ്റുമ്പോഴേക്കും രാത്രിയാകുമ്പോഴേക്കും ആരംഭിക്കുന്നത്. ഉമ്മമാരെ, ഇനിയും നിങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി മനസ്സിലായിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ കലാമും അവന്റെ ദീനും അനുസരിച്ച് തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും നിർത്തിവെച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലെങ്കിൽ, അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ സമയമായില്ലേ? ആ ചോദ്യത്തിന്റെ ഉള്ളിൽ ഈമാനുള്ളവർ എന്നൊരു വശമുണ്ട്. ഈമാനുള്ളവർക്ക് നേരമായില്ലേ? ഇനിയും നേരമായില്ലെങ്കിൽ ഈമാൻ കൽബിലേക്ക് വന്നില്ല എന്നതിനർത്ഥം. ഇനി നിങ്ങൾ തീരുമാനിക്കണം, മഗ്രിബായി കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന്. ഒരതിഥി വരുന്നത് വെറുപ്പാണ്, ആ നേരത്ത് ആരെങ്കിലും കയറി വരുന്നത് ദേഷ്യം, ആ നേരത്ത് ഫോൺ വിളിക്കുന്നു.